ഹലോ സാർ. എന്തൊരു മോശം കൺസ്ട്രക്ഷൻ ആണ്. നമ്മുടെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു സാറേ. ഒരു പ്ലാനിങ്ങും ഇല്ല. അതിങ്ങനെ കൊളായിട്ട് കിടക്കായിരുന്നു. അതാ സാർ നോക്കാം. അയ്യോ സാർ, ഞാനും കൂടെ വരായിരുന്നല്ലോ. ഞാൻ വെറുതെ ടൗണിൽ പോകുന്ന വഴിക്കൊന്ന് കയറിയതാ. ഡ്രൈവറാ പറഞ്ഞത് ഇതാ കെട്ടിടമെന്ന്. ഇതൊരു മാതിരി പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ഏതായാലും ഞാൻ നോക്കട്ടെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. വെണ്ട സാബു. ആരാ? വെണ്ട സാബു. വെണ്ട സാബു? അതെ. എന്തു വേണം? ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ. കൊട്ടേഷൻ? എന്ത് കൊട്ടേഷൻ? നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ. എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ കമ്പി വീണതാ. ബോധമില്ലാത്തതിനെ തല്ലിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ബോധം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇരുത്തല്ലരുത്, ഞാൻ പൊയ്ക്കോളാം. എനിക്ക് നാളെ മറ്റന്നാളും വേറെ വർക്കുള്ളതാ. പൊക്കോ. നിന്നെ വിട്ടതാരാന്ന് എനിക്കറിയാം. ഉദ്ദേശിക്കുന്ന ആളല്ലേ എന്നെ വിട്ടത്. പനിയായിപ്പോയി, ഇല്ലേ കാണിച്ചു തരായിരുന്നു. താങ്ക്സ്. ഹലോ മാളു. ഹലോ. ഡോക്ടർ പറഞ്ഞു. സർ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ സാർ. ഇത് ചെയ്താലും ഞാൻ കണ്ടില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല സർ. സഹകരിക്കും. അതിനെനിക്ക് പരാതി ഇല്ലല്ലോ സാർ. ശരി സർ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ശരിക്കും സാർ ആളിനെ കണ്ടില്ലേ? അമ്മേ
കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നീ അന്നെടുത്ത് വെക്കാം. അമ്മ എന്തിനാ ചൂടാക്കിയത്? ഞാൻ വന്നിട്ട് ചൂടാക്കുന്നില്ലേ? നീ എന്നെ ഒന്ന് കുളിമുറിയിലേക്ക് എത്തിക്കേ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ തന്നെ 3-4 മണിക്കൂർ താമസിച്ചു. ഇനിയും താമസിച്ചാൽ വല്ല അസുഖം പിടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഞാൻ പോയി തോർത്തെടുത്തിട്ട് വരാം. നീ പോയി കഞ്ഞി കുടിക്കും. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ കുളിച്ചോളാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. അമ്മേ, ഞാനത് വായിച്ചില്ല അമ്മേ. തുറന്നു പോലും നോക്കിയില്ല. പാപ്പോയി തന്നതാ. ഞാനതെപ്പോഴേ കടലിൽ കളഞ്ഞു. ഇനി ഒരിക്കലും ചെയ്യില്ലമ്മേ. അമ്മേ, ഇതൊക്കെ തെറ്റാണെന്ന് കാണിക്കാനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. സോറി അമ്മേ. അത് സാരമില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റും. അതങ്ങ് ക്ഷമിക്കണം, അത്ര തന്നെ. കള്ളത്തരത്തെ ഇറങ്ങുമ്പോ കൂർക്കം വലിക്കാൻ മറക്കല്ലേട്ടോ അമ്മേ. അശ്ശോ, ഞാനതങ്ങ് മറന്നു. ഡാ, ഞാൻ കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിഷമായോ? വിഷമായോന്നോ? ഞാൻ ആ കടാപ്പുറത്തോടി പാടി പാടി കുറച്ചേരം സുഖമായിട്ട് കിടന്നുറങ്ങി. ഓ, എനിക്ക് ഉറക്കം വരുന്നില്ലടാ. അതെന്താ? നീ കുളിപ്പിക്കാത്ത കാരണം ഞാനിന്ന് കുളിച്ചില്ല. രാവിലെയും കുളിച്ചില്ലേ? ഇല്ല, നീ പോയ ശേഷം ഞാനിങ്ങ് പോന്നു. വൈകുന്നേരവും കുളിച്ചില്ല. ചൊറിയുന്നില്ല ദേഹം മുഴുക്കെ. ഇച്ചിരി വെള്ളം എടുത്ത് വെക്കടുപ്പില്. ഞാൻ കുളിച്ചിട്ട് കിടന്നോളാം.
ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? എന്തു പറ്റി? പിന്നെ പണ്ട് നല്ല പുഷ്പിച്ചായിരുന്നല്ലോ ഇരുന്നത്. കോമഡി പറയണ്ട്, വാ പോയി കിടന്നുറങ്ങാം. ഞാൻ ചുമ്മാ പറഞ്ഞ, സാറ് ദേഷ്യപ്പെടണ്ട. നീ എന്തിനാ വിഷമിക്കുന്നത്? ആ എഞ്ചിനീയർക്ക് പണി കിട്ടിയില്ലേ? ഒന്നും മിണ്ടാതിരിക്കും, ആരെങ്കിലും കേട്ടാ അത് മതി. അമ്മയുടെ അടുത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതിന് നീ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീയാ പോയി കുത്തിയെന്ന്. നീ എന്തിനാടാ അങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുന്നത്? ഡാ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? നീ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അലക്കിയിട്ട് ഡ്രസ്സ് പറന്നു പോകുമ്പോൾ എടുക്കാൻ വരുന്ന നായിക? നോക്കിയിരുന്നോ, ഇപ്പം ആ കിളവൻ്റെ ഡ്രൈവർ പറന്നു വരും. ഇന്ന് സൺഡേ ആണ്, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പോരാത്തതിന് കടലിൽ നല്ല കാറ്റുണ്ട്. മണ്ടേ പോലെ 2 കണ്ണേ കാണും. എപ്പോഴാ സൺഡേ? ദൃഷ്ടിദോഷം വരാതിരുന്ന മതിയായിരുന്നു ആ കുട്ടിക്ക്. ഹൈ മോളി തമ്പുരാട്ടി, ഇല്ലത്തേക്ക് അങ്ങോട്ട് ചെല്ല. ചമ്മിപ്പോയി. ഉപ്പയ്ക്ക് നെഞ്ചുവേദന. മുടി കൊള്ളാം, പക്ഷെ മുഖം മോളെ അമ്മിനെ തട്ടോട്. നിങ്ങൾക്കൊന്നുമില്ല, ഒരു കുഴപ്പവും പഠിച്ചോ വരുത്തൂല. എന്താ ഉപ്പ ഇത്? കരയുവാ? അയ്യേ, ഉപ്പ പേടിച്ചു പോയി. ഉപ്പയ്ക്ക് എന്നെ പറ്റി മാത്രല്ല പേടി, സ്വന്തമായിട്ടും പേടിയാ അമ്മ. നിങ്ങൾ സമയത്ത് ഇവിടെ എത്തിച്ചത് നിങ്ങൾ ശത്രുക്കളാ. അവരില്ലായിരുന്നെങ്കിൽ. ശത്രുക്കളാ? വാ മക്കളെ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഉപ്പുപ്പ നിങ്ങളത് കണ്ടോട്ടെ. നേര് പറഞ്ഞ് നിങ്ങളോട് എനിക്ക് വെറുപ്പായിരുന്നു. നിങ്ങൾ ഇത്ര നല്ലവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കടാ പിള്ളേരെ. ആമിനക്കുട്ടിയുടെ മുഖം ഞങ്ങൾ ആദ്യമായി കണ്ടു പൂപ്പ.
ആമിനെ പറഞ്ഞട്ടാ ഞങ്ങൾ ആമയുടെ ഉപ്പനെ ആശുപത്രി കൊണ്ടുവന്നത്. ആമിനെ പറഞ്ഞ ഉപ്പൂപ്പാൻ ഓപ്പറേഷൻ വരെ ഞങ്ങളെ. പോകാൻ പറ നായ്ക്കളോട്. ഇനി ഇത് എന്ത് ചെയ്യും? പെയിന്റ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കും. ചിന്നപ്പം പെയിന്റ് ചെയ്യോ? ഞാൻ പെയിന്റ് ചെയ്യില്ല. ഗപ്പി 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 നല്ലോണം പെയിന്റ് ചെയ്യും. അവനാ ഇവിടുത്തെ പെയിന്റിങ്ങുകളെല്ലാം. പക്ഷെ ഒരു കുഴപ്പം, അവ എന്ത് പെയിന്റ് ചെയ്താലും അവസാനം ഗപ്പി വീടിന്റെ മോമ്പലിരിക്കും. എന്തൊരു വെയിറ്റാടാ. പകുതി വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. ഒന്നിച്ചാ ഞാൻ കാണണമെന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടാളെയും മാത്രമല്ല, ചായക്കടയിലെ പാപ്പനല്ലേ, അയാൾ ഇപ്പം എത്തും. കടയിൽ നടച്ചോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നീട നന്ദി നന്നാ. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾ കൊക്കയ്ക്കുമായി. ഡൗൺ 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 ഡൗൺ. എടാ മുഖത്തടിക്കല നേരടി. ഗപ്പി ഒരു വില കുറഞ്ഞ വളർത്തു മീനാണ്. ആ മീനെ വളർത്തി അതിനെ വിറ്റ് സ്വന്തം അമ്മയ്ക്ക് ഒരു വീൽ ചെയർ വാങ്ങാൻ കഷ്ടപ്പെടുന്ന ഒരു കൊച്ചു പയ്യന്റെ കഥ. നിർത്തരുത്. എന്താണിത്? ഇങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട. ന്യൂസ് ചാനൽ കൊടുക്കാൻ വേണ്ടിയാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് ഏത് ചാനലിൽ പറഞ്ഞേ? എന്ത് ചങ്ക് കയറും ആവട്ടെ. ഇത് ഏത് ചാനലിൽ വരുന്നത്? മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, CNN, IBN, NDTV, HDFC. ആ ജപ്തി ചെയ്യാൻ വരും. വീൽ ചെയർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് പറ. അവനെ തേടിയുള്ള ഒരു വീൽ ചെയറിന്റെ യാത്രയിലേക്ക് കാരുണ്യവാനായ കച്ചവടക്കാരൻ ജോസഫേട്ടനിലേക്ക്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ജീവിതമാണ് എൻ്റെ. അല്ലേടാ? അതെ. ഈ മണിക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാണ് അక్కడ അവനെ എൻ്റെ ശ്രദ്ധപ്പെട്ടെ. പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സെമി ഓട്ടോമാറ്റിക് വീൽ ചെയറിന് കാശുണ്ടാക്കിയേ. അത് പിന്നീട് വളർന്ന് ഫുൾ ഓട്ടോമാറ്റിക് വീൽ ചെയറിലെത്തി. അത്രേ ഉള്ളൂ. ദാനധർമ്മിയും കരുണയുള്ളവരുമാണ് ജോസഫേട്ടൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് പയ്യനൊരു ഫുള്ളി ഓട്ടോമാറ്റിക് വീൽ ചെയർ സർപ്രൈസ് ആയിട്ട് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. സൂപ്പർ. മണി വാ. അടിപൊളിയാണ്ടാ. നിന്റെ ഇടക്കിടക്കുള്ള പാസിംഗ് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ലൈവാക്കിയതാ. നല്ലല്ലേ? എന്നാ പിന്നെ നിനക്ക് എൻ്റെ ഒപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നൂടെ? വേണ്ട ചിങ്ക, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തോളാം. സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായ ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടില്ല. എനിക്കിനി ഇവന് കടയിൽ കിട്ടില്ലേ? നീ പേടിക്കണ്ടടാ. അയാൾ നിന്റെ ഒരു ചുക്ക്. അത് പറയാം. തെറ്റിയത് ഞാനല്ലേ? ഭയം അല്ലേ? ഭയം നല്ലതാ. പിന്നെ അയാളെ കണ്ട വെറുതെ പേടിച്ച് കറിഞ്ഞ് ഒറ്റ നിപ്പങ്ങ് നിൽക്കരുത്. അതെന്താ? ഓടുക. ആവുന്നത്ര വേഗത്തിലങ്ങ് ഓടുക. മമ്മി പറഞ്ഞ പോലെ ഞാനും ചീത്ത കുട്ടിയായി നടക്കില്ല. എസ്തപ്പാൻ അങ്കിളിൻ്റെ കൂടെ പണിക്ക് പോവുക. എന്തിനാ വെറുതെ തള്ളമാരെ തീങ്ങിയിരിക്കുന്നത്? നീ വീട്ടിലേക്കല്ലേ? ഞാനില്ല. അപ്പോൾ അമ്മയുടെ കാര്യമോ? അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നിന്നെ പാപ്പൻ അന്വേഷിച്ചു. ഞാൻ ആ വഴിക്കില്ല. അയാളിനി എങ്ങാനും അതൊരു വന്നാലോ? നീ ഇങ്ങനെ ഒളിച്ചും പാത്തും എത്ര കാലം നടക്കും? പൊന്നുപ്പ ഈ പൊട്ട വണ്ടി ഒന്ന് വിറ്റൂടെ? ഇപ്പം പുതിയൊരു സ്കൂട്ടർ വാങ്ങിയ നീ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോഴേക്കും അത് പഴയതാകും. അങ്ങനെ മതിയോ? ഇപ്പൊ വാങ്ങണ്ട. ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു.
സൈക്കിളിൽ പോയില്ലേ? അയാളുടെ പേരെന്താ ഉപ്പ? എന്തിനാ? ആ വെറുതെ പറയൂ ഉപ്പ. ഗപ്പി എന്നാ എല്ലാരും വിളിക്കുന്നത്. അതെന്ത് പേരാണ്? അതവനെ കളിയാക്കി വിളിക്കുന്നതാ. ഗപ്പി അവൻ വളർത്തുന്ന മീനിന്റെ പേരാ. നിന്റെ കൂട്ടുകാർ തരുന്നത്, നീ വളർത്തുന്നത്. അതല്ല, ശരിക്കുള്ള പേരറിയോ? ഓന്റെ ഉമ്മ പണ്ട് അവനെ വിളിച്ചു കേട്ടിട്ടുണ്ട്, മിഖായലേന്ന്. ഓനറിയോ എന്തോ? അതെന്താ മിഖായൽ? അതൊരു മാലാഖയുടെ പേരാണ്. നമ്മുടെ ഖുറാനിലുണ്ട് അതേ മാലാഖ. ഉപ്പുപ്പ, ദേ എഞ്ചിനീയർ സാർ. ഇതാ ഈ ഫാൻ ഇവിടെ ഇരിക്കട്ടെ. കേരള സർക്കാരിൻ്റെ സാധനമാണ്, പക്ഷെ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. ഇരിക്കു സർ. ഇരിക്കും. ഇല്ല സർ. ഇരിക്കുക. നിങ്ങൾ റെയിൽവേയുടെ പെർമനൻറ്റ് സ്റ്റാഫാണോ? അല്ല, ടെമ്പററി ആണ്. ഇപ്പോഴാണെങ്കിൽ റിട്ടേൺ പാസ്സാവണം. അപ്പോൾ ഈ ഗേറ്റിൽ ജോലി പോയാൽ വേറൊന്നും കിട്ടില്ല അല്ലേ? ഒരു നാടിൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ സ്വന്തം കീശ വീർപ്പിക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഇവിടെ ഏത് രാഷ്ട്രീയക്കാരനാണ് നേരം? ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പാലം വരേണ്ട യാതൊരു ആവശ്യവും ഇവിടുത്തുകാർക്കില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്നുള്ള കാരണവും പറഞ്ഞ് ഞാൻ ഈ പാലത്തിൻ്റെ പണിയൊക്കെ നിർത്തിവെച്ചു. പിന്നെ ഓനച്ചനെപ്പോലുള്ള രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ എനിക്ക് പകരം വേറൊരാൾ വരുമായിരിക്കാം. പക്ഷെ അതിനും ചുരുങ്ങിയതൊരു 2 സർക്കാരെങ്കിലും മാറി വരണം. ആമിനിപ്പോൾ ഏത് ക്ലാസ്സിലായി? 7ാം ക്ലാസ്സിൽ. അപ്പോൾ ഒരു 10-12 വർഷം എടുക്കും എഞ്ചിനീയറിംഗ് പാസ്സാവാൻ. ഈ പാലം പണിത നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ വരുമാനം നിൽക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നിങ്ങൾക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റില്ല. ഇതൊന്നും ഈ പാലം പണിയാമെന്ന് എനിക്ക് അറിയില്ലല്ലോ അക്ക. പക്ഷെ എല്ലാത്തിലും വലുത് ആമുനയുടെ ഭാവിയാണ്, അവളുടെ സന്തോഷമാണ്. അതാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത ഒരവിവേകം. എൻജിനീയറിങ്ങിന് ആമിനെയാണ് നമുക്ക് നല്ലൊരു കോളേജ് ചേർക്കണം. ഇതിനകത്ത് എൻ്റെ നമ്പറുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ നാളെ പോവാണ്. ദാ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇക്കതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഈ പാലം പണിയില്ലായിരുന്നു. പക്ഷെ മനസ്സിൽ സന്തോഷിക്കാം കേട്ടോ. ഇക്കയും കൂടെ കാരണമാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു 10 കോടി രൂപ ലാഭം ഉണ്ടായത്. അമന, മോള് വലുതാവുമ്പോൾ ഉപ്പുപ്പാനും ഉമ്മുമ്മനെ നല്ലോണം നോക്കണം. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോളെ വളർത്തുന്നത്. ഒരു കട്ടൻ എടുക്കട്ടെ? വേണ്ട.
ചേച്ചി, ആ സാറേ, ഈ ഗപ്പി എന്ന് വിളിക്കുന്ന പയ്യന്റെ വീടേതാ? അപ്പുറത്താണ്. പക്ഷെ അവനവിടെ ഇല്ല. ഞാനവനെ 2 തേങ്ങയുടെ വേണ്ടി പറഞ്ഞുവിട്ടിരിക്കും. എവിടെയാ? സാറങ്ങ് നേരെ പോയാൽ മതി. അവിടെ ഒരു തെങ്ങിൻ തോപ്പുണ്ട്. അവനവിടെ കാണും. നീ മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നോ അതോ ഞാൻ മുകളിലേക്ക് കയറി വരണോ? ഞാൻ കല്ലിനെറിഞ്ഞിടും. മര്യാദയ്ക്ക് താഴ്ത്തിക്ക് ഇറങ്ങി പറഞ്ഞാൽ നിൽക്കല്ലോ. ഞാൻ പോലീസിനെ വിളിച്ച എല്ലാവരും അറിയും, പ്രത്യേകിച്ച് നിന്റെ അമ്മ. നമസ്കാരം. സാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? അല്ല, ഇങ്ങോട്ടൊന്നും കാണാറില്ല. സേഫ്റ്റി പിൻ കാച്ചട്ടെ കുത്തിക്കോ. സാറേ, ഇത് മാളുവിന് കൊടുക്കണം. കയറാ. അതിന്റെ പുറത്തോട്ട് കയറാ. ആ പിന്ന് പൊത്ത് കയറരുത്. പോട്ടെ. ഓ ഓ പാപ്പന്റെ സൈക്കിളൊന്നും വേണം, അമ്മയെ കാണണം.
ഓക്കെ വാ ബെന്നി വാ. ജോസഫേട്ടാ എന്തായി കാണിക്കണേ? ഇത് അങ്ങനെയല്ലേ ഇത് നോക്കിയേ, ഇങ്ങനെ നോക്കിയേ, ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഇങ്ങനെ നുളഞ്ഞില്ലേ ജനം മനസ്സിലേക്കേ. നുളഞ്ഞു കയറാൻ പുഴുവായത് അല്ല പഴുതാര മണിയെ ഇത് ശരിയാവില്ല ചങ്കു. കുളിപ്പിക്കണ്ടേ? ഞാനിപ്പോൾ വരാം, ഞാൻ വന്നിട്ട് കുളിപ്പിച്ചോളാം.